ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്. നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഇന്നലെ ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് ഷൊർണൂർ ഫാർമേഴ്സ് ഷെയർ എന്ന ഒരു ഹെറിറ്റേജിൽ വിളിപ്പുറത്തമ്മയുടെ ക്ലൈമാക്സ് വായന നടന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച വീഡിയോസാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇങ്ങനൊരു ചടങ്ങ് വെക്കണമെന്നൊക്കെ അന്ന് പലരും ചോദിച്ചു കൂട്ടിൽ എന്നെ മകനും ചോദിച്ചിരുന്നു വെക്കണം വെച്ചാൽ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എല്ലാവരും പുസ്തക പ്രകാശനാണ് നടത്തുക. ഇതൊരു അത്ഭുതമല്ലേ, പൂർത്തിയാവാത്തൊരു പുസ്തകത്തിന്റെ കൂട്ടായ്മ എന്ന് പറയുന്നത്. അടിപൊളി, അങ്ങനെയാണ് ക്യാപ്ഷൻ. അതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി. അന്ന് അവന്റെ സംഭാഷണങ്ങളും അന്ന് നടന്ന സംഭവങ്ങളൊക്കെ റിക്കോർഡിക്കലാക്കി വെക്കാൻ കഴിയും. അന്ന് നമ്മളിപ്പം പങ്കെടുത്ത കുറച്ചാളുകൾ നമ്മുടെ കോലായപ്പുറത്തുനിന്നില്ല. അതിലൊന്ന് മധുവേട്ടനാണ്. അതിനു മുമ്പേ പോയിട്ടുള്ള ആളെ കുറിച്ചാണ്. പിന്നൊന്ന് ചെല്ലപ്പൻ മാഷാണ് നമ്മുടെ ഈ പുസ്തകത്തിനെ കുറിച്ചുള്ള ഒരു ആമുഖമൊക്കെ പറഞ്ഞു. പിന്നെ 2-3 ആള് ബിജി, ഒരു പ്രേമ, അങ്ങനെ നമ്മളെ വിട്ടുപോയ ടാസ്കൊക്കെ മറികടന്നിരിക്കും. ഞാൻ അവൻ പറഞ്ഞോടത്തേക്ക് എഴുതിയെത്തിയിരിക്കും. അതിൻ്റെ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. ആ ചാരിതാർത്ഥ്യം പറയുന്നതിനോടൊപ്പം ഞാൻ പല ഘട്ടങ്ങളിലായി എഴുത്തിലും ഈ നഷ്ടപ്പെടലുകളുമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴൊക്കെ എന്നെ വിളിച്ച് എന്നെ തോട് തട്ടി, അയ്യേ ഇങ്ങനെ നായ പോരാ എന്ന് പറഞ്ഞ എന്നെ ഒരുപാട് ആൾക്കാർ പിന്തുണച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ പിന്തുണച്ചിട്ടുണ്ടെന്നല്ല, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും പിന്തുണച്ചിട്ടുണ്ട്. വിളിപ്പുറത്തമ്മ വായിച്ചവർ മാത്രമല്ല, വായിക്കാത്തവരും. ആ പിന്തുണയുടെ ധൈര്യം കൊണ്ടാണ് കഴിഞ്ഞ ഒരു കൊല്ലമായി ഞാൻ ആകെ 4 ലക്കം എഴുതിയിട്ടുള്ളൂ. കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് അത് എത്തിയിരിക്കുന്നു. അത്രയുമാണ്. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും മനസ്സുകൊണ്ട് അത്രയ്ക്ക് അടുപ്പമുള്ള മനുഷ്യരാണ്. അതിനൊരു കാരണക്കാരെ നമുക്കാരും പരിചയമുള്ള ആളുകൾ കുറച്ചു പേരുള്ളൂ. അല്ലാതെ ആളുകളെ മുഴുവൻ കണക്ട് ചെയ്തത് ഈ വിളിപ്പുറത്തമ്മയാണ്. ഞാനൊരു ദൈവവിശ്വാസിയല്ല. ഈ വിളിപ്പുറത്തമ്മ എന്ന പേരും, ഈ നോവൽ ആരംഭിക്കുന്ന സമയത്ത് വിളിപ്പുറത്തമ്മ എന്നുള്ള പേരും ഒരു വെളിച്ചപ്പാടും ഒക്കെ ഈ മോനായിട്ടത് എങ്ങനെയാണ് പോണത് എന്ന ആശങ്ക അതിന്റെ ആദ്യ ലക്കങ്ങളിൽ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ്. പേരും അതിന്റെ നിർത്തുന്ന ഒരു പ്രതലമായി വിളിപ്പുറത്തമ്മ മാറി എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ദൈവവിശ്വാസിയല്ല, മനുഷ്യവിശ്വാസിയാണ് ഞാൻ. ഈ മനുഷ്യൻ ആണത് ഈ വിളിപ്പുറത്തമ്മയെ വെച്ച് ഒരു പ്രതീകം എന്ന പോലെ വെച്ച് നമ്മളെയൊക്കെ ചേർത്ത് നിർത്തിയത് എന്ന് സത്യത്തിൽ അത്ഭുതമാണ്. ലോകത്തിന്റെ സാഹിത്യ ചരിത്രത്തിൽ ഒരാൾക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു മികവ് കൂടിയാണ് അത്, ഇല്ലേ? പ്രേക്ഷകരെ വായനക്കാരെ ഇങ്ങനെ ചേർത്ത് നിർത്താൻ എങ്ങനെയാണ് കഴിയുന്നത് എന്നത്, അത് ഓരോ വാക്കെഴുതുമ്പോഴും അതിലുള്ള ശ്രദ്ധ, അതിനോടുള്ള ആത്മാർത്ഥത. നേരത്തെ കുറെ ഓർമ്മകളെ കുറിച്ച് പറഞ്ഞു. എല്ലാ കമന്റുകളും അത് അത്രമേൽ ആ അദ്ദേഹത്തിന്റെ എഴുത്തിനെ ഇന്ധനമാക്കുന്ന മറ്റൊരു എഴുത്തുകാരനും ഈ പറഞ്ഞ പോലെ ലോകത്തുണ്ടാകില്ല. ഓരോ കമന്റിനും അദ്ദേഹത്തിനുള്ള ഊർജമായി, ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജമായി. ആ ഊർജങ്ങളിൽ പലരെ കുറിച്ചുമാണ് ഇപ്പോ നമ്മുടെ കൂടെ ഇല്ലാത്ത ആളുകളെ കുറിച്ചാണ് മോനേട്ടൻ കണ്ടമിടറി ഇവിടെ പറഞ്ഞത്. അതിലൊരു പ്രധാനപ്പെട്ട ആൾ അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു. മകനെന്ന് ഞാൻ പറയില്ല, സുഹൃത്തായിരുന്നു, മിഥുൻ തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇപ്പൊ മധുവേട്ടനായാലും മറ്റാരാണെങ്കിലും ഒക്കെ ഇടപെട്ട ഓരോ സമയങ്ങളിൽ, ഓരോ കാലങ്ങളിൽ ഇടപെട്ട മനുഷ്യർ ആണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഒടുവിൽ ചെല്ലപ്പൻ മാഷ് ഉൾപ്പെടെ കഴിഞ്ഞ കൂടിയിരിപ്പിന് ഈ വെളിപ്പുറത്തമ്മയുടെ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചത് മഹാനായ, അങ്ങനെ തന്നെ പറയണം, ചെല്ലപ്പൻ മാഷാണ്. അദ്ദേഹം
നല്ല ചിന്തയും അക്ഷരങ്ങളും ഭാഷ കൊണ്ട് എങ്ങനെയാണ് ആനന്ദിപ്പിക്കുക എന്നുള്ളതിന് ഏറ്റവും നല്ല മാതൃകയായിരുന്നു മോനേട്ടനോടുള്ള കുറച്ച് സമയങ്ങൾ. മണിക്കൂറൊക്കെ പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് വായിച്ചിട്ടില്ല. ആയിരിക്കും അത് മുഴുവനായിട്ട് വായിക്കാൻ സാധാരണ ഞാൻ ഇടക്ക് തിരക്കൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഈ തിരക്കും എപ്പോഴും ഷൂട്ടും തിരക്കൊക്കെ ആയിരുന്നു. ഒരു സമയത്ത് ഇതിന്റെ ഇതുപോലെ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ എന്തോ ഒരു ഷൂട്ടിലായിരുന്നു. ഷർണൂരിനുണ്ടായിരുന്നു. അല്ല, ഷർണൂർ വെച്ചിട്ടല്ല അന്നുണ്ടായിരുന്നു. അന്ന് മോനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. വിളിക്കാത്തതൊന്നും ഞാൻ വായിക്കാറുണ്ട്. അപ്പൊ ഇതെന്തായാലും ഒരു പുസ്തകമായിട്ടായിരിക്കും ഞാനത് മുഴുവനായിട്ട് വായിക്കുന്നുണ്ടാവുക. പക്ഷേ ഇത് മോനേട്ടൻ എന്റെ അടുത്ത് ചോദിച്ചതല്ല, ഞാൻ എന്തോ ഒരു കാര്യത്തിന് അങ്ങോട്ട് ചോദിച്ചതാണ്. അതിന്റെ ഒരു എപ്പിസോഡ് ഞാൻ വെറുതെ വരച്ചു നോക്കട്ടെ എന്ന് വെച്ചു. അങ്ങനെ ഇത് വരക്കി ഞങ്ങളോട് പറയണമെന്ന് വിചാരിച്ചാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഒരു ദിവസം പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ എന്താന്ന് പറഞ്ഞപ്പോ മോനേട്ടൻ നേരത്തെ പറഞ്ഞ ഈ മിഥുൻ ഒക്കെ വരച്ചൊരു റേഞ്ച് ഉണ്ട്. അതിന്റെ പുള്ളിക്ക് പറഞ്ഞാൽ നമ്മള് ആരുടെ കൂടെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു അവരുടെ ക്വാളിറ്റി നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കും. അത് ഏത് ടീമാണെങ്കിലും ഇപ്പൊ ഒരു നല്ല ആർട്ടിസ്റ്റിനെ കിട്ടി കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കുന്ന സീനോ ഡയലോഗോ നമ്മളെ പേടിപ്പിക്കും. അയാളെ കൊണ്ട് എന്തെങ്കിലും തട്ടിക്കൂട്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല തോന്നിപ്പിക്കുന്ന പോലെ ഈ എഴുത്തും പിന്നെ ഇതിന്റെ വരയും ഞാനിങ്ങനെ ആലോചിച്ചത് പിന്നീടാണ് ഞാൻ ആലോചിച്ചത്. വരച്ചുണ്ടാക്കുമ്പോൾ പുള്ളി പറഞ്ഞ സിമ്പിൾ പരിപാടിയാണ്. ചിലപ്പോ ഒരു തൊപ്പി, ഒരു പോലീസുകാരുടെ തൊപ്പി വരയ്ക്കുന്നതിന് ചിലപ്പോൾ കഥാകാരൻ മനസ്സിലാക്കും. അങ്ങനത്തെ ഒരു ഭാവന പരിപാടിയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. എനിക്കൊരു കാര്യം പറയുമ്പോൾ മുഴുവനായിട്ട് മനസ്സിൽ വരക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ കുറെ നേരം ആലോചിച്ചു. പിന്നെ വരക്കലൊക്കെ പെട്ടെന്ന് തീരും, അത്ര ഭയങ്കര ഇതൊന്നുമല്ല. പക്ഷെ ആലോചിച്ച് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. എന്നിട്ട് പിന്നെ ഞാൻ വരച്ചിട്ട് മോനായിട്ട് എങ്ങനെയാണ് വെക്കാമെന്നൊന്നും അറിയില്ല. ആ പുള്ളിക്ക് അയച്ചു കൊടുത്തു. പക്ഷെ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. സന്തോഷം. ഇനി എന്തായാലും ഇനി ഒരു എപ്പിസോഡ് കൂടെ ഉണ്ടാവും. അതിനും വരക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. വരച്ചതിന് സന്തോഷം. എന്റെ കുടുംബത്തിനെ ആശംസിക്കുന്നു. പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നെത്തിയ നമ്മുടെ വിശിഷ്ടാതിഥി. ഞങ്ങള് ചെറുപ്പം മുതലേ പറഞ്ഞ മേഖല ടീച്ചേഴ്സിന്റെ ഭാഗമായിട്ടാണ് ചില നാടകങ്ങളും അതില് മോഹന്റെ അച്ഛനായിട്ടും എന്റെ മകനായിട്ടും പിന്നെ ഞാൻ ജീവിതത്തിലൊക്കെ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യസ്ഥനുണ്ട്. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ വിളിപ്പുറത്തുള്ളവരുടെ എഴുത്തിന്റെ തുടക്കം മുതൽ കുറവുള്ള ഒരാളാണ് ഞാൻ. അഭിപ്രായങ്ങളും പറയാനുണ്ട്. അപ്പോ മോഹന്റെ കുടുംബാംഗങ്ങൾ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാണ്. അതുപോലെ തന്നെ വെളിപ്പുറത്തുള്ളവരുടെ കഥാപാത്രം. അപ്പോ അപ്പോഴും മോഹൻ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതിൽ മിഥുൻ പറഞ്ഞ ഹിംസ ഇതിനായിരിക്കും. പിന്നെ പഞ്ചമിയുടെ ജാതകർക്ക് ആർക്കോ ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. ഇതിപ്പോ കളത്തിൽ തോന്നി ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത് സംഭവിക്കുന്ന അടുത്ത രംഗത്തിൽ നമുക്ക് കാണാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇവിടെ കൂടാൻ ഒരവസരം ഉണ്ടായിട്ടുള്ളതിന് നന്ദി. കാലഘട്ടത്തിലാണ് ഞങ്ങൾ കുടുംബപരമായിട്ട് കൂടുതൽ അടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്ത് പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിനെടുത്തി കരകലത മോഹൻദാസ് ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂടുകയൊക്കെ ഉണ്ടായി. അതുപോലെ ഇപ്പൊ കാലത്ത് റഷീദ് പറമ്പ് സംവിധാനം ചെയ്തിരുന്നതാണ്. അല്ല, സിനിമയില് രാജീവും ഞാനൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സത്യം പ്രഭാകരം അങ്ങനെയുള്ള ആൾക്കാരായിട്ട് ഒരുമിച്ച് ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധിക്കുകയുണ്ടായി. വെളിപ്പുറത്തമ്മ എന്ന ഈ കഥ കൂടുതൽ ഞാൻ വായിച്ചിട്ടൊന്നുമില്ലെങ്കിലും അതില് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയും ഒന്ന് രണ്ട് എപ്പിസോഡ് കൂടി ഇത് അവസാനിക്കുകയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇനിയും നല്ലത് എത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഭ്രാന്തമായ എവിടുന്നാണ് ഈ വാക്കുകളുടെ ധാരാളിത്തം? എനിക്ക് അതാണ് നമ്മുടെ വള്ളൂരാടൻ ഭാഷയിൽ ഇത്രയും വാക്കുകൾ ഉള്ളതാണ്. ആകാശം ഇടിവാളിനെ പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മള് ഞാനെപ്പോഴും പറഞ്ഞു, നിങ്ങളവിടെ അതിന്റെ വെളിച്ചം പോലും ആ സീനില് ചെയ്തിട്ടുണ്ട്. എനിക്ക് കാണാം. അതായത് അവിടുത്തെ ലൈറ്റുകൾ നമുക്ക് കാണാം. അത് പുഴയിലായിക്കോട്ടെ, അല്ലെങ്കിൽ പാടറമ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ മണിമേഖല നിൽക്കുന്ന അവിടെ ചിന്തയുടെ വീട്ടിലായിക്കോട്ടെ, അവിടെ ആരൊക്കെ നിൽക്കുന്നത് പ്ലേസ് ചെയ്തുള്ള സാധനങ്ങളൊക്കെ അത് നമുക്ക് കൃത്യമായിട്ട് കാണാം. ഭയങ്കര വിഷ്വലാണ്. അതുപോലെ തന്നെ ഒരുപാട് കോമഡി സാധനങ്ങൾ മാനശ്രീ സ്വാധീനമൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഞാൻ ഒരുപാട് ആൾക്ക് മണികണ്ഠപ്പെട്ടവർക്ക് കഴിച്ചിട്ടൊരു പുള്ളി ഭയങ്കരമായിട്ട് അഭിപ്രായം പറഞ്ഞു. ഞാൻ ഋഷിയിൽ കഴിച്ചിട്ടുണ്ട് സാധനം. അപ്പൊ ഇത് രണ്ടും രണ്ട് തരത്തിലാണ്. ഇതിലുള്ളൊരു ആധികാരികതയും ഈ വാക്കുകളിലുള്ള അമ്മാനാണെന്നാൽ അതില് അദ്ദേഹത്തിന്റെ ഒരു ആത്മാംശം നന്നായിട്ട് കണ്ടു കളിക്കുന്നുണ്ട്.
പക്ഷെ വെളിപ്പെടുത്തുമ്പോ നമ്മളെ ശരിക്കും പറഞ്ഞാൽ വായിക്കാൻ വീണ്ടും വീണ്ടും ഞാൻ അത്ര ഒരു വായനക്കാരനാണ് ആദ്യം പറഞ്ഞത്. വീണ്ടും വായിക്കാൻ പ്രേരിപ്പിക്കുന്ന അതും ഈ ഫോണില് നമുക്ക് കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കെന്നെ ഒരു ഇത് വരും. അതിലത് വീണ്ടും ലക്കം വരാണ്ട് ഞങ്ങൾ വിളിക്കുകയും എവിടെ ചോദിക്കാം. ഇപ്പൊ ഷൂട്ടർ സ്ഥലത്തേക്ക് വന്നാൽ അപ്പൊ പറയാം എന്തായി മറ്റും അപ്പോ എന്നാലും നമ്മൾ എഴുതാൻ പ്രേരിപ്പിക്കും. അത് എഴുതി വരുമ്പോൾ കാത്തിരിക്കും. ഞങ്ങളുടെ അഭിപ്രായമാണ്. ഞാൻ അത് രാജോട്ട് വിളിക്കും. രാജോട്ട് അത്യാവശ്യം വായിച്ചോ? രാജോട് ഓ എന്താ എന്തൊരു സാധനം എന്ത് കൊണ്ടാണ് ഈ അടികുട്ടികളെന്ന് പറയുന്നത്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. എന്റെ മോനോട്ടെ വായിച്ചോ? ആ വായിച്ചു. അവൾ മറക്കാൻ തുടങ്ങി. അവൾ ഉറക്കം നിലവിളിച്ചു. വെളിച്ചപ്പാട് ചോദിച്ചു ആരാ? പേര് കളിയാക്കി. വെളിച്ചപ്പാട് പറഞ്ഞു പിടിപ്പിച്ചത്തരം പറയടി മൂത്തേക്ക്. നാരായണി വന്ന് ഉച്ചയിലെ കല്ലടനായ കൂട്ടിക്കൊടുക്കുകാരുടെ നഗരത്തിലേക്ക് നിന്ന് ഞാൻ പിടിക്കും. അപ്പോ വന്നാൽ ആശാത്തിന് നാരായണന്റെ കാര്യമില്ല. അവൾ ചേക്കുട്ടിയുടെ കയ്യിൽ നിന്നും പന്തം പിടിച്ചു വാങ്ങി നീളത്തിൽ വീശി. വെളിച്ചത്തിന്റെ ഒരു കീറ് ഇരുട്ടിലൂടെ പൊള്ളി പറഞ്ഞു. ചുറ്റും നിന്നവർ ഒരടി പിന്നോക്കം വെച്ചു. വെളിച്ചപ്പാട് പറഞ്ഞു ചത്തുപോയൊരു സാക്ഷി പറയില്ല എന്ന ധിക്കാരത്തിലാണ് നിങ്ങൾ പരിഹസിക്കുന്നതെങ്കിൽ എല്ലാവരും കരുതിയിരുന്നോളൂ. കരിവാൾ കൊണ്ട് കണ്ണെഴുതി ഇടിപാട് കൊണ്ട് നേര് കാണുന്നവളാണ് എന്റെ ഉപാസനാമൂർത്തി. മരിച്ചുപോയവരുടെ കണ്ണുകൾ പ്രകാശിക്കില്ല എന്ന് ആരും കരുതണ്ട. കുരുമാടത്തിൽ നിന്ന് തീക്കണ്ണ് തെളിഞ്ഞു വരും. ഛർദ്ദിക്കും നിങ്ങൾ. ചത്തുപോകുമ്പോ കൂടെ കൊണ്ടുപോകാന്ന് കരുതി മനസ്സിൽ കുഴിച്ചിട്ട് വെക്ക ഈ മണ്ണാക്ക് പൊട്ടി ചോരയോടുകൂടെ പുറത്തേക്ക് വരും. കാണുക. കളത്തിൽ കുത്തി നിർത്തിയ വേറൊരു മന്ദം പോലെ വെളിച്ചപ്പാടിന് തീ പിടിച്ചു. അപ്പോൾ നാരായണന്റെ കയ്യിലെ പന്തം ഒഴിച്ച് മറ്റെല്ലാ വെളിച്ചങ്ങളും വിട്ടു. വെളിച്ചപ്പാട് നാരായണൻ ഉപയോഗിച്ചു. ഇനി പറ ആരാ നീ? പന്തം വെളിച്ചപ്പാണ്ട് നിൽക്കുന്നത്. ഈ ചോദ്യം അടിയുടെ മനസ്സിലാവാഞ്ഞിട്ടല്ലല്ലോ. ഉത്തരമില്ല. വെളിച്ചപ്പാട് വന്നു. എന്നെ മനസ്സിലാക്കിക്കാനല്ലല്ലോ നീ വന്നത്. വരവന്റെ ഉദ്ദേശം പറ. പരിഹാരം പിന്നെ തീരുമാനിക്കാം. നാരായണി ചിരിച്ചു. എന്ത് പരിഹാരം? നിന്റെ സങ്കടം ആദ്യം പറഞ്ഞ നിങ്ങളോടാ. പഞ്ചമിക്ക് ആരുടെ സഹായം വേണ്ട. അവൾ ഭ്രാന്തമായി വയറ്റത്ത് തരും. എന്റെ ഗർഭത്തിലെ കരും ചോരയും കൊണ്ട് ഞാൻ പിരിച്ചൊരു ശാപുണ്ട്. ഓന്റെ അരിയോട്ട് ഞാൻ അധിപതി. അവൾ ആ കൂട്ടത്തിലേക്ക് നോക്കിയാലും ഓടിക്കണ്ട. നീ ഒരു പെണ്ണിന്റെ മംഗലം കലം കണ്ടാച്ചിട്ട് ഞാൻ 2 വട്ടം നിന്നെ ഒഴിവാക്കി വിട്ട. ഇപ്പൊ ഈ 2ാമത് വരുത്തിയെ ചതിച്ചു. അതെ, തെക്കൊട്ട് കെട്ടിയെടുക്കാൻ 3ാമതൊരു ശാപം വേണ്ട. ഈ ഇപ്പോൾ ഒഴിച്ചു നിൽക്കുന്നത് മരണത്തിന്റെ പിന്നിലാണ്. എന്റെ നിലവിളികൾ നേരാണെങ്കിൽ ഇതിന്റെ മുമ്പിൽ വരും. നിരങ്ങി വരും. പെട്ടവാ ആരോ എടുത്തെറിഞ്ഞതുപോലെ ഉത്തമം കടത്തിലേക്ക് തെറിച്ചു പോകും. ഏതിരിട്ടിലും തെളിഞ്ഞു മിന്നുന്ന ഒറ്റക്കണ്ണ് അതിന്റെ പിന്നിലുണ്ടെന്ന് ഏതുനേരം മിന്നായമാണ്. ഉത്തമൻ ഒറ്റക്കാലിൽ ഉയർന്നു നിൽക്കാനുള്ള ശ്രമം നടത്തി. ഏതുനേരം അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അതൊക്കെ കയറിയാലും പോരാട്ടെ പറയുന്നവരുടെ നയിച്ച മോളെ അയാൾ നാരായണന്റെ മുഖമടിച്ച് തല്ലി. നാരായണി ഒന്നുമില്ല കരിമ്പണിയിൽ ചെന്ന് തറച്ചു. ഏതുനായര് വാക്കുകുറിപ്പിച്ച് അവസാനത്തെ ആയുധവും വീശി.